അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാനിന്റെ അവസാനത്തെ പത്തിലാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതമായ, രാത്രി കൊണ്ട് ധന്യമായ പത്താണ് അവസാനത്തെ പത്ത്. അതിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രികളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയം പുണ്യ നബി പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രിയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മയോട് പറയുകയുണ്ടായി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയെ, എനിക്ക് ലൈലത്തുൽ ഖദർ മനസ്സിലായാൽ അന്ന് ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇവിടെ അഫുവുൻ എന്ന് പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് നാം ആ വാക്കിനെ ഉച്ചരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അദ്കാറുകൾ കുറ്റമറ്റ രീതിയിൽ ചൊല്ലി അതിന്റെ പുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇമാം മുല്ല അലിയുൽ ഖാരിഇ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്, ഇരുലോക നന്മകൾ സമ്മേളിച്ച സമ്പൂർണ്ണ പദങ്ങൾ കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് എന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചൊല്ലാം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.